നമസ്കാരം, സഹാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ആരാണ്, എന്താണ് അതിൻ്റെ കീഴിൽ വരുന്ന കമ്മിറ്റീസ്, സ്ട്രക്ചറൽ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ നോക്കി. തുടർന്ന് FSSAIയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, ഫുഡ് സേഫ്റ്റിയെ, ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട റോൾസ് എങ്ങനെയൊക്കെ വേർതിരിഞ്ഞിരിക്കുന്നു എന്ന കാര്യമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതിൽ വരുമ്പോൾ ദ മെയിൻ റോള് ആകെ നമുക്കൊരു ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് 7 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാം കൂടി ഓർമ്മിച്ച് വെക്കാനായിട്ട് നമുക്ക് 7 തിരിച്ചാൽ ആ 7 കാര്യങ്ങളിൽ ഊന്നി നമുക്ക് ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഏറ്റവും പ്രധാനമായ 7 കീ പ്രോസസ്സാണ് പറയുന്നത്. അതിൽ ടു സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്, ക്ലിയർ അല്ലേ? ടു സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്, ഭക്ഷ്യ ഉൽപ്പാദനത്തിന് ഒരു സർട്ടൺ സ്റ്റാൻഡേർഡ്സ് വയ്ക്കാം അല്ലേ? ഏതൊരു കാര്യത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണമാണ്. നമ്മൾ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം അല്ലേ? ആ സ്റ്റാൻഡേർഡ് ഒന്ന് താഴെ സ്റ്റാൻഡേർഡ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഭക്ഷ്യ ഉൽപ്പാദനത്തിലും ആ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് ഉള്ള ഭക്ഷണം, അതാണ് ഭക്ഷ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് വരിക. അപ്പോൾ ഏറ്റവും പ്രധാനമായൊരു ഊന്നൽ കൊടുക്കുക എന്നാണ് FSSAI ചെയ്യുന്നത്. 2, ഡെവലപ്പ് സേഫ് ഫുഡ് പ്രാക്ടീസസ് അല്ലേ? ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള സേഫ് ഫുഡ് പ്രാക്ടീസസ് നോക്കുക. പിന്നെ ലൈസൻസ് ഫുഡ് ബിസിനസ്, FBO, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിന് ലൈസൻസ് കൊടുക്കുക, അതിൻ്റെ പ്രൊസീജിയറൊക്കെ കംപ്ലൈ ചെയ്യാം. എൻഷുർ കംപ്ലയൻസ് ത്രൂ ഇൻസ്പെക്ഷൻ, ഇടയ്ക്കിടയ്ക്കുള്ള ഇൻസ്പെക്ഷൻ വഴി ഇവരെ കറക്റ്റായിട്ട് FSSAIയുടെ മാനദണ്ഡം പാലിക്കുന്നുണ്ടോ. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ഒരു ഫംഗ്ഷൻസ് ഒക്കെ നടക്കുക. ഇപ്പോൾ ശബരിമലയിൽ ഇപ്പോൾ പറഞ്ഞ മണ്ഡലകാലം നടന്ന സമയത്ത് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിന് അവർക്ക് പ്രധാനമായ പങ്ക് വഹിക്കേണ്ടി വരുന്നു. അവിടെ കൊടുക്കുന്ന ഭക്ഷണം, ഇപ്പോൾ അതിലുള്ള അരമണയുടെ ആ പറയുന്ന കാര്യങ്ങൾ, അത് പറഞ്ഞ പ്രധാനപ്പെട്ട ഫുഡ് സേഫ്റ്റി കംപ്ലൈൻസൻസ് പാലിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും അഡിറ്റീവ് ഉണ്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കേസ് വന്നു, സുപ്രീം കോടതി, ഹൈക്കോടതിയിലൊക്കെ കേസ് വന്നു. അത്രയും കാര്യം ഡിസ്പോസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻസ്പെക്ഷൻസ് ഒക്കെ നടന്ന് അവർ കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി നോക്കുന്നുണ്ട്. ഇത്രയും വലിയ പേര് നീട്ടി പറയാൻ ക്ലാസ്സിൽ അങ്ങനെ അത്രയും പറയാൻ പറ്റാണ്ട് ഫുഡ് അതോറിറ്റി എന്ന് ഞാൻ തൽക്കാലത്തേക്ക് പറയുകയാണ്. ഫുഡ് അതോറിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം FSSAI എന്ന് ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ എന്തായാലും ഞാൻ ഇടയ്ക്ക് FSSAI എന്നൊക്കെ പറഞ്ഞു വരും. ഓക്കെ. പിന്നെ ടെസ്റ്റ് ഫുഡ് ഫോർ സ്റ്റാൻഡേർഡ്സ് അല്ലേ? സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ ടെസ്റ്റ് ചെയ്യുക. ട്രെയിൻ ആൻഡ് ബിൽഡ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം, ഈ പറഞ്ഞ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിന്, സ്റ്റാഫ്സിന്, ഒഫീഷ്യൽസിന് ഫുഡ് സേഫ്റ്റി സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ എക്വിപ്പ് ചെയ്യുക, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻസ്പെക്ഷൻസ് നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുക. പിന്നെ സിറ്റിസൺസ് ആൻഡ് ഔട്ട്റീച്ച്, എല്ലാവരുടെയും ജനങ്ങളിലേക്ക് ഇറങ്ങി ഈ പറഞ്ഞ അവയർനെസ്, ഫുഡ് സേഫ്റ്റി അവയർനെസ് സംബന്ധിച്ച കാര്യങ്ങൾ കൊടുക്കുക. ഇത്രയുമാണ് 7 പ്രധാനപ്പെട്ട പോയിന്റ്സ്. അതിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ ആക്ടിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ദ മെയിൻ റോൾ ഓഫ് ദ അതോറിറ്റി ഈസ് ടു റെഗുലേറ്റ് ആൻഡ് മോണിറ്റർ മാനുഫാക്ചർ, പ്രോസസ്സിംഗ്, ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ റെഗുലേറ്റർ ആൻഡ് മോണിറ്റർ. എന്താണ് മോണിറ്റർ ചെയ്യേണ്ടത്, എന്താണ് റെഗുലേറ്റ് ചെയ്യേണ്ടത്? മാനുഫാക്ചർ, പ്രോസസ്സിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ, ഇമ്പോർട്ട് ഓഫ് ഫുഡ്, എൻഷുറിങ് സേഫ് ആൻഡ് ഹോൾസം ഫുഡ് ടു ദി കൺസ്യൂമർ. സേഫ് ആൻഡ് ഹോൾസം ഫുഡ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് ഉള്ളതാണ്. FSSAI ആക്ടിൻ്റെ ലക്ഷ്യത്തിൽ പറയുന്ന പ്രധാനപ്പെട്ടാണ് എൻഷുറിങ് സേഫ് ആൻഡ് ഹോൾസം ഫുഡ് ടു ദി കൺസ്യൂമർ എന്ന് പറയുന്നത്. അതിൽ മാനുഫാക്ചർ, പ്രോസസ്സിങ്, ആ ഒരു പ്രോസസ്സ് ഓർത്താൽ മതി. മാനുഫാക്ചർ ചെയ്യുക, പ്രോസസ്സ് ചെയ്താൽ പിന്നെ എന്താ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ സെയിൽ നടത്തുമ്പോൾ പിന്നെ ഇറക്കുമതി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ കണക്ട് ചെയ്ത് ഓർക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ മാനുഫാക്ചർ, പ്രോസസ്സിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ ആൻഡ് ഇമ്പോർട്ട് പറയുന്ന കാര്യമാണ്. ആക്ട് ലേ ഡൗൺസ് ദ ഫോളോയിങ് മെയിൻ ഫങ്ഷൻസ് ഫോർ ഡിസ്ചാർജ് ബൈ ദി അതോറിറ്റി. ഇനി പറയാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആയിട്ട് ആക്ടിൽ പറയുന്നു. പ്രിസ്ക്രൈബിങ്, നേരത്തെ 7 സിമ്പിൾ ഷോർട്ട് നോട്ടായിട്ട് ആദ്യം കണ്ടില്ലേ, അതിൻ്റെ ഒരു വലിയൊരു കാര്യമാണ് ഇതിൽ പറയാം. ചിലപ്പോൾ അതിൽ എടുത്ത് ചോദിക്കാൻ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നു. പ്രിസ്ക്രൈബിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ്. Prescribing the standards and guidelines in relation to food and specified appropriate system for enforcement ആണ് ചെയ്യുന്നത്. Specifying limits for additives, contaminants, pesticides,
വെറ്റിനറി ഡ്രഗ്സ് റെസിഡ്യൂസ്, ഹെവി മെറ്റൽസ്, പ്രോസസ്സിംഗ് എയ്ഡ്സ്, മൈക്കോടോക്സിൻസ്, ആൻറ്റിബയോട്ടിക്സ്, ഫാർമക്കോളജിക്കൽ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആൻഡ് ഇറേഡിയേറ്റഡ് ഫുഡ്സ്. അപ്പം ആദ്യം ഓർക്കേണ്ട പ്രിസ്ക്രൈബിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് റിലേഷൻ ടു ഫുഡ് ആൻഡ് സ്പെസിഫൈഡ് അപ്രോപ്രിയേറ്റ് സിസ്റ്റം ഫോർ എൻഫോഴ്സ്മെൻറ്റ്. ഒരു ഫുഡ് മെറ്റീരിയൽ ഒരു ഫുഡ് പ്രോസസ്സ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം, എത്ര ശുചിത്വത്തോടുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇതെല്ലാം വ്യക്തമായി പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത് മെയിൻ ഫങ്ഷൻ. രണ്ടാമത് ഈ അഡിറ്റീവ്സ് ഒക്കെ ചേർക്കുന്നില്ലേ, ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്ന് ചോദിക്കാനുള്ള അധികാരം FSSAIക്കുണ്ട്. സ്പെസിഫൈയിങ് ലിമിറ്റ്സ് ഫോർ അഡിറ്റീവ്സ് കണ്ടാമിനേറ്റ്. ചേർത്തോ ചിലപ്പോൾ അഡിറ്റീവ്സ് അലോ ചെയ്ത അഡിറ്റീവ്സ് ഉണ്ടാവും, പക്ഷേ അതിനേക്കാൾ കൂടുതൽ അല്ലേ ഒരു കൗതുകത്തിന് നമ്മൾ കുറേ ആഡ് ചെയ്യുന്ന ഫുഡ് പ്രോസസ്സേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റ് വയ്ക്കും അല്ലേ. സ്പെസിഫൈയിങ് ലിമിറ്റ്സ് ഫോർ അഡിറ്റീവ്സ്, കണ്ടാമിനൻറ്റ്സ്, പെസ്റ്റിസൈഡ്സ്, വെറ്റിനറി ഡ്രഗ് റെസിഡ്യൂസ്, ഹെവി മെറ്റൽസ്, പ്രോസസ്സിംഗ് എയ്ഡ്സ്, വെറ്റിനറി ഡ്രഗ് റെസിഡ്യൂസ് മൃഗങ്ങൾക്കൊക്കെ കൊടുക്കുന്ന പ്രോസസ്സിംഗ് എയ്ഡ്സ്, മൈക്കോടോക്സിൻസ്, ആൻറ്റിബയോട്ടിക്സ്, ഫാർമക്കോളജിക്കൽ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആൻഡ് ഇറേഡിയേറ്റഡ് ഫുഡ് എന്താണ് ആ ഭക്ഷണ പദാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ ഒരു മിനിമം മര്യാദ പാലിക്കേണ്ട കാര്യങ്ങൾ ലിമിറ്റ് പറയുന്ന ഒരു ഫങ്ഷനും കൂടി ഈ അതോറിറ്റിക്ക് ഉണ്ട്. ഫുഡ് ലേബലിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻക്ലൂഡിങ് ക്ലെയിംസ് ഓൺ ഹെൽത്ത് അല്ലേ. പണ്ട് നിങ്ങൾ കാർട്ടൂണൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ 90s കിഡ്സ് ആണെങ്കിൽ പോപ്പായുടെ കാർട്ടൂൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ പോപ്പായിൽ സ്പിനാച്ച് കഴിക്കുമ്പോൾ നമുക്കെന്താ ശക്തി കൂടുമെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം അച്ഛനും അമ്മയെ കടയിൽ പറഞ്ഞ് ചീര മേടിച്ചുകൊണ്ട് വരും, കുപ്പിയിലാക്കും, ഇത് കഴിച്ചിട്ട് വേണം ചേച്ചിക്ക് അടി കൊടുക്കാൻ എന്നൊക്കെ ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പക്ഷേ പിന്നെ മനസ്സിലായി അത് നമുക്ക് കൂടുതൽ എന്താണ് വൈറ്റമിനുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് എത്താൻ വേണ്ടി അവരങ്ങനെ ഒരു കാര്യം ചെയ്ത് നല്ലൊരു കാര്യം ചെയ്തിരുന്നു. അതുപോലെ ഇപ്പോഴും നമുക്ക് കാണാം. അത് പോപ്പായുടെ കുട്ടികളുടെ കാര്യത്തിൽ പറയാം. ഇപ്പോൾ നമ്മൾ പല ഫുഡ് പാക്കറ്റിലും കാണും, നിങ്ങൾ ആരോഗ്യം ബൂസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് ഇന്നൊരു കാര്യം കൊണ്ടുവരും, നിങ്ങളുടെ ഷുഗർ ലെവൽ കുറയ്ക്കും, നിങ്ങളുടെ ബോണുകൾക്ക് സ്ട്രെങ്തൻ തരും എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെ ഉള്ളത് തന്നെ ആണോടെ എന്ന് ചോദിക്കുന്ന രീതി നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പം അതിന് FSSAI ഒരു ഗൈഡ് ലൈൻ പറയുന്നതൊക്കെ സത്യസന്ധമായിട്ട് മാത്രമേ എഴുതാവുള്ളൂ. സ്പെഷ്യൽ ഡയറ്ററി യൂസിന് വേണ്ടിയുള്ളതാണെങ്കിൽ ഇപ്പം പ്രോട്ടീൻ പൗഡർ, ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഒരു ബോഡി സ്ട്രക്ചറൊക്കെ വരാനായിട്ടൊക്കെ അതിലൊക്കെ അവർ സ്പെഷ്യൽ ഡയറ്ററി പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിലും മിനിമം സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ, ലേബലിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരിക്കണം. പിന്നെ ഹെൽത്ത് അവർ ക്ലെയിം ചെയ്യുന്ന ആരോഗ്യം, ന്യൂട്രീഷൻ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്താണ് പവറുണ്ടോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിരിക്കണം അതിൽ എഴുതി വിടുന്ന കാര്യങ്ങൾ. നിങ്ങൾ ബുദ്ധിശക്തി കൂട്ടും, ഓർമ്മ കൂട്ടും എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ലേ ഡൗൺ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്, അനാലിസിസ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ among enforcement agencies, prescribing procedures and guidelines for accreditation of certification bodies and laboratories. അതൊക്കെ ഓരോ ഡിഫറെൻ്റ് ആയിട്ട് കാര്യം. ഒരു കാര്യം ഇപ്പോൾ ഒരു ഭക്ഷ്യ പദാർത്ഥം അതിലെന്തോ പന്തുകേട് കണ്ടു, നമുക്ക് വയറിനെ പിടിച്ചിട്ട് ഇതിനെന്തോ ഒരു കുഴപ്പമുണ്ട്, അത് എടുത്തിട്ട് അപ്പോൾ അങ്ങനെയുള്ളത് ഇത് സാമ്പിൾ ചെയ്യും. അങ്ങനെ ഒരു കാര്യം പിടിച്ചെടുത്താൽ എങ്ങനെ സാമ്പിൾ ചെയ്യണം, എങ്ങനെ അനാലിസിസ് ചെയ്യണം, അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ എങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിന് കൈമാറണം. പിന്നെ അങ്ങനെ കൈമാറുന്ന സമയത്ത് ഇതൊക്കെ അനലൈസ് ചെയ്യാൻ സാമ്പിളൊക്കെ കൊടുക്കാനായിട്ട് ലാബുകളുണ്ടല്ലോ, ആ ലാബുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കേണ്ടത് എന്തിൻ്റെയൊക്കെ മാനദണ്ഡത്തിലാണ്, എങ്ങനെ സർട്ടിഫിക്കേഷൻ നടത്തണം എന്ന കാര്യങ്ങളൊക്കെ, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ലേ ഡൗൺ ചെയ്യുന്ന ഫംഗ്ഷനും ആർക്കുണ്ട്? അതോറിറ്റിക്കുണ്ട്, ഫുഡ് സേഫ്റ്റി അതോറിറ്റിക്ക് ഉണ്ട്. പിന്നെ ടേക്കിംഗ് അപ്പ്, സമ്മറൈസിങ്, അനലൈസിങ് റെലവൻറ്റ് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഡേറ്റ ഓൺ ഇൻസിഡൻസ് ആൻഡ് പ്രെവലൻസ് ഓഫ് ബയോളജിക്കൽ എമർജിംഗ് റെസിഡ്യൂസ് ഓഫ് വേരിയസ് കണ്ടാമിനേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് റാപ്പിഡ് അലർട്ട് സിസ്റ്റം എന്ന അതേഴ്സ്. എന്ന് വെച്ചാൽ ഇപ്പം ചില സാഹചര്യങ്ങളിൽ കുറേ വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണം ഇതിൽ പല പല കാരണങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾക്കുണ്ടാകുന്നു. ഇത് ആദ്യമൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ചൊരു സയൻറ്റിഫിക് സ്റ്റഡി, സയൻറ്റിഫിക് പാനൽ, നമ്മൾ നേരത്തെ സയൻറ്റിഫിക് കമ്മിറ്റി, സയൻറ്റിഫിക് പാനൽ പറഞ്ഞ് അവരൊരു സയൻറ്റിഫിക്കായൊരു ഒപ്പീനിയൻ കൊടുക്കുന്നു. ഇതിങ്ങനെ കഴിച്ചാകെ ഒരു ജനറേഷന് തന്നെ ഇത് പ്രശ്നമായിട്ടുണ്ട്, ഇത് ഉടനെ ഇതിൻ്റെ കൺസംഷൻ നിർത്തണം എന്ന രീതിയിലൊരു കാര്യം ഫുഡ് അതോറിറ്റിക്ക് കൊടുക്കും. ഫുഡ് അതോറിറ്റി എന്ത് പറയും? ഇത് റാപ്പിഡായിട്ട് അലേർട്ട് സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന കണ്ടാമിനൻസ് ഒക്കെ ഈ പറയുന്ന കാര്യത്തിൽ ആഡ് ചെയ്തുകൊണ്ട് എന്താണ് നിർത്തിക്കോ
എത്രയും പെട്ടെന്ന് നിർത്തിക്കോ, അതായിരിക്കും നല്ലത്. ഇന്ന റിസ്കുകളൊക്കെ ഉണ്ട്. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് ഈ പറയുന്ന ഒരു അനാലിസിസും ഈ പറയുന്ന ഒരു സമ്മറൈസിങ്ങിനൊക്കെ ഒരു സയൻറ്റിഫിക് ഡേറ്റ, ടെക്നിക്കൽ ഡേറ്റയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് സയൻറ്റിഫിക് പാനൽ, സയൻറ്റിഫിക് കമ്മിറ്റിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ട് ഈ അതോറിറ്റി അഡ്വൈസ് ചെയ്യും. അപ്പോൾ അതിൽ പ്രകാരം തീരുമാനമെടുക്കാനും സഹായിക്കും. പിന്നെയോ prescribing the procedure and the enforcement of quality control in relation to any imported article of food into India. ഇല്ലേ, ഇപ്പോൾ ഈ പറയുന്ന ഇതിൽ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അതും പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ നെയിം പറയുമ്പോൾ അത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല അല്ലേ എന്ന് പറയുമ്പം ഇനി ഇതിൻ്റെ ആരെങ്കിലും ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ ഫോൺ വിളിച്ച് അല്ലേ ഭീഷണിയൊക്കെ പെടുത്താൻ സാധ്യതയുണ്ട്. ഒരു പ്രത്യേകതരം മുട്ടായി അതിൻ്റെ കാര്യം പറയാം, ഇമ്പോർട്ടൻറ്റ് സംബന്ധിച്ചാണ്. ആ മുട്ടായി എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ നിർത്തി. ഒരു സമയത്ത് ഇന്ത്യയിൽ ആ മുട്ടായി കിട്ടാനായിട്ട് വളരെ പ്രശ്നമായിരുന്നു. വെച്ചാൽ അത്രയും റെയറായിരുന്നു. ആ മുട്ടായി എന്താ ഫോറിൻ മുട്ടായി എന്ന് പറഞ്ഞ് ചിലവരുടെ കൈകളിൽ മാത്രമുണ്ടായിരുന്ന ഒരു മുട്ടായി ആയിരുന്നു, ചോക്ലേറ്റ് ആയിരുന്നു. അത് ഇപ്പോൾ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്തിന് ചെറിയ ചെറിയ കടകളിൽ പോലും ആ മുട്ടായി ഇപ്പോൾ ഇവിടെ എന്താണ് കോമൺ ആയി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആ രാജ്യങ്ങളിൽ ഇത് ഏത് രാജ്യങ്ങളിലാണ് ആദ്യം ഉണ്ടായിരുന്നത്, അവിടെ ഇത് നിരോധിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്താനൊന്നും അങ്ങനെ ആളുകൾ മുന്നോട്ട് വന്നിട്ടില്ല. ഈ ഇടയിൽ ഒരു ഡിസ്കഷൻ, ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറുമായിട്ടൊരു ഡിസ്കഷൻ നടത്തിയ സംബന്ധിച്ചാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ പുറത്ത് ബ്രാൻഡിൻ്റെ നെയിം പുറത്ത് പറയാൻ പാടില്ല, അവർക്ക് പരസ്യമാവും, അവർക്ക് വെറുതെ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കണ്ട അല്ലേ. ജനറൽ എനിക്ക് ഭയം ഉണ്ടായിട്ടല്ല. അപ്പോൾ പ്രിസ്ക്രൈബിങ് പ്രൊസീജിയർ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ഇൻ റിലേഷൻ ടു, അപ്പം ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇറക്കുമതി ചെയ്യുന്ന ഫുഡ് പാർട്ടിക്കിൾസ് അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ പറയുന്ന എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഒരു പ്രൊസീജിയർ, എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയുള്ള പ്രൊസീജിയർ പറയുന്നത് എന്താണ്, ഈ ഒരു അതോറിറ്റിക്ക് അധികാരമുണ്ട്. അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ് പ്രിസ്ക്രൈബിങ് ദ പ്രൊസീജിയർ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ഇൻ റിലേഷൻ ടു ദ ഇമ്പോർട്ടഡ് ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഇൻ ടു ഇന്ത്യ. പിന്നെ വരുന്നത് ക്രിയേറ്റിംഗ് ആൻ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് അക്രോസ് ദ കൺട്രി ടു disseminate rapid, reliable and objective information about food safety and issues of concern. ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഈ ഭക്ഷണം തൽക്കാലം നിങ്ങൾ മേടിക്കുന്ന നിർത്തണം, ഇതിൽ ഇങ്ങനൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇത് അത്രയും നല്ല കാര്യമല്ല, എല്ലാവരും അത് ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം എന്ന കാര്യങ്ങളിൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരിലേക്കും പെട്ടെന്ന് എത്തിക്കാനുള്ള പവറും അതിൻ്റെ ഒരു ഫംഗ്ഷനും അതോറിറ്റിക്കുണ്ട്. പ്രൊവൈഡിങ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ പേഴ്സൺസ് ഇൻവോൾവ് ഓൺ ഓർ ഇൻറ്റൻറ്റ് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിന് അല്ലെ ഭക്ഷ്യ ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ട വ്യവസായമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ട കപ്പാസിറ്റി ബിൽഡിംഗ്, തോന്നിയ പോലെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു എണ്ണയെ തന്നെ ഇട്ട് വറുത്തത് 10-12 പ്രാവശ്യം തന്നെ വീണ്ടും ആ എണ്ണ ഉപയോഗിക്കരുതേ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ. പക്ഷേ നമുക്ക് കാണാം അല്ലേ, ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഒരു കുറച്ച് പേരേ ഉള്ളൂ, അവർക്ക് എല്ലാ കടയിലും കയറി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾക്കൊരു റോളുണ്ട്, സിറ്റിസൺസിന് റോളുണ്ട് അല്ലേ. നമ്മൾ ഈ ജോലിക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്നതും ജോലി നേടുന്നതും അൾട്ടിമേറ്റ്ലി നമുക്കൊരു ഭക്ഷണം കഴിക്കണം അല്ലേ. ഏറ്റവും പ്രധാനമായിട്ട് അതില്ലാതെ വേറെ ഒരു കാര്യം ഉണ്ടായിട്ട് കാര്യമില്ല. അതൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ പിന്നെ വേറെ കാര്യങ്ങളിലേക്ക് പോകുന്നത് അല്ലേ. ജോലി കിട്ടണം, എന്നാലും നമുക്ക് എന്തെങ്കിലും അരിയെങ്കിലും വെച്ച് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സാധനം അത് ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പോൾ ഫുഡ് സേഫ്റ്റിയിൽ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തന്നെ ഒരു അറിവുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് തന്നെ ഒരു ചോദ്യം ചെയ്യാൻ സാധിക്കും, ഈ എണ്ണ എത്ര നാളെ ഉപയോഗിക്കുന്നു ചോദിക്കണം. അങ്ങനെ ചോദിച്ച് തുടങ്ങുമ്പോഴേ മാറ്റങ്ങൾ വരുള്ളൂ. അങ്ങനെ ചോദിച്ച് തുടങ്ങുമ്പോൾ അവരൊന്നും മിണ്ടില്ല, അത് പറയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ എന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാതെ കുറച്ച് മാറി നിന്നിട്ട് ഫുഡ് സേഫ്റ്റി ഹെൽപ്പ് ലൈനിൽ വിളിച്ച് പറഞ്ഞിട്ട് ഈ കടയുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ വന്ന് ബാക്കി അനലൈസിങ് സാമ്പിളിംഗ് ഒക്കെ നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കും. അപ്പം ആ പറഞ്ഞ കാര്യം നമുക്കറിയാം, എത്ര ഹോട്ടലുകളൊക്കെ ഇങ്ങനെ പൂട്ടാറുണ്ട്, വീണ്ടും തുറക്കാറുണ്ടെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ പിന്നെ പ്രൊമോട്ടിങ് ജനറൽ അവയർനെസ്. അപ്പോൾ ഇത് ജനങ്ങൾ ഓർക്കണമെങ്കിൽ, ജനങ്ങൾ ചെയ്യണമെങ്കിൽ FSSAI എന്ത് ചെയ്യണം, പ്രൊമോട്ടിങ് ജനറൽ അവയർനെസ് അബൌട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് സ്റ്റാൻഡേർഡ്സ് and promoting coordination of work on food standards undertaken by international governmental and non-governmental organization. അന്താരാഷ്ട്ര തലത്തിലും സർക്കാർ തലത്തിലും അർദ്ധ സർക്കാർ തലത്തിലും NGO തലത്തിലും ഒക്കെ നടക്കുന്ന അവർ വഴിയെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട്
എന്താണ് ജനങ്ങളിലേക്ക് ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള ജനറൽ അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കണമെന്നതും പ്രധാനപ്പെട്ട ഫംഗ്ഷനായി കരുതപ്പെടുന്നു. പിന്നെ അപ്പം അവരുടെ ഫങ്ഷൻസ് പറയുമ്പോൾ ഇനി പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. ഈ പറഞ്ഞതല്ലാതെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളല്ലാതെയുമുണ്ട്. ഇത് ജനറലായിട്ട് ജനങ്ങളും ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന കാര്യം ഒരു പവേഴ്സ് പോലെ നമുക്ക് കാണാം. പിന്നെ ഇത് റെസ്പോൺസിബിലിറ്റി പ്രത്യേകം എടുത്ത് പറയുന്നത് പ്രൊവൈഡ് സയൻറ്റിഫിക് അഡ്വൈസ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു ദി സെൻട്രൽ ഗവൺമെൻറ്. സയൻറ്റിഫിക് അഡ്വൈസ് FSSIക്ക് അഡ്വൈസ് കിട്ടുന്ന സയൻറ്റിഫിക് പാനൽ, സയൻറ്റിഫിക് കമ്മിറ്റി. ഈ FSSI കിട്ടിയ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റിന് കൈമാറും. എന്താണ് പ്രൊവൈഡ് സയൻറ്റിഫിക് അഡ്വൈസ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു ദി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇൻ മാറ്റേഴ്സ് ഓഫ് ഫ്രെയിമിംഗ് ദ പോളിസി ആൻഡ് റൂൾസ് in areas which have a direct or indirect bearing on food safety and nutrition. Provide scientific advice and technical support to the central government and the state government matters of framing policy. ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ച് ഒരു പോളിസി നയരൂപീകരണത്തിനും പ്രധാനപ്പെട്ട നിയമരൂപീകരണത്തിനൊക്കെ ആയിട്ട് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്റിനെയും സംസ്ഥാന സർക്കാരുകളെയൊക്കെ അഡ്വൈസ് ചെയ്യുക, ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഈ പറയുന്ന ഫുഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നിക്കൽ സപ്പോർട്ടും അഡ്വൈസും കൊടുക്കാവുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. 2, പ്രൊമോട്ട് കോർഡിനേറ്റ് ആൻഡ് ഇഷ്യൂ ഗൈഡ് ലൈൻസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ്. അപ്പോൾ ഒരു ഭക്ഷ്യപദാർത്ഥത്തിൽ നോക്കുമ്പം ഹസാർഡസ് ആണോ, എത്രത്തോളം റിസ്ക് ഫാക്ടർ ഉണ്ട്, റിസ്ക് ഇല്ല എങ്കിലും മാർക്കറ്റിലേക്ക് ഇറക്കാം, ഈ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഗൈഡ് ലൈൻസ് കറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യുക. പ്രൊമോട്ട് കോർഡിനേറ്റ് ആൻഡ് ഇഷ്യൂ ഗൈഡ് ലൈൻസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ്. അതിനുവേണ്ടി മെത്തഡോളജി and conduct and forward messages on the health and nutritional risk of food to the central government, state government, commission of food safety. ഈ പറഞ്ഞ ഭക്ഷ്യപദാർത്ഥങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇതിലൊരു പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ട്, ഇത് ശ്രദ്ധാപൂർവം ഇത് എന്താണ് ഇവരുടെ ഫംഗ്ഷൻ നടക്കുന്നത് എല്ലാം നല്ലവണ്ണം പരിശോധിക്കണം, ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം എന്ന രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും ഫുഡ് സേഫ്റ്റി കമ്മീഷണേഴ്സിനും ഒരു മെസ്സേജസ് പാസ് ചെയ്യും. ആ മെത്തഡോളജി എങ്ങനെയായിരിക്കും, എങ്ങനെ മോണിറ്റർ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് സാധിക്കും. എന്നിട്ട് മെസ്സേജ് പാസ് ചെയ്തത് ഇവർ അതിന്മേൽ നടപടി എടുക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനുള്ള അധികാരവും ഫുഡ് അതോറിറ്റിക്ക് ഉണ്ട്. സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ് ടു ദി സെൻട്രൽ ഗവൺമെൻറ്. ഏറ്റവും പ്രധാനം പ്രൊവൈഡ് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ് ടു ദി സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് വിത്ത് റിഗാർഡ് ടു ഫുഡ് സേഫ്റ്റി. ഈ ഫുഡ് സേഫ്റ്റി ഇതെങ്ങനെ മാനേജ് ചെയ്യും, ഒരു പ്രധാനമായ രീതിയിൽ വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു കാര്യത്തിൽ ഇത്രയും പ്രശ്നമുണ്ടായിരുന്നു എന്ന് കാണുമ്പോൾ പെട്ടെന്ന് പിൻവലിക്കുന്നതിന് കുറേ റിസ്ക് ഫാക്ടേഴ്സും റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും നാൾ കഴിച്ചത് ഇപ്പോൾ ആൾക്കാരെ പറ്റിച്ചത്, ഇപ്പം ഉപഭോക്താക്കളെ പറ്റിച്ചു, അവരുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ആ ക്രൈസിസ് മാനേജ് ചെയ്യാം എന്ന രീതിയിലൊരു സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ്, ഒരു ജനറൽ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ഒരു കാര്യത്തെ ഡിസ്പോസ് ചെയ്യാം, എങ്ങനെ ഇത് അടച്ചു പൂട്ടാം, എങ്ങനെ ഒരു ക്വാളിറ്റി അഷ്വർ ചെയ്യാമെന്ന കാര്യത്തിൽ, എങ്ങനെ പറഞ്ഞാൽ ക്രൈസിസ് മാനേജ്മെൻറ്റിൽ ഒരു ക്ലോസ് കോപ്പറേഷൻ കൊണ്ടുവരുന്നതാണ് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ഒരുമിച്ച് സംയോജിതമായി ഇടപെട്ട് ഈ കാര്യത്തിനെ അഡ്രസ്സ് ചെയ്യാമെന്നാൽ അങ്ങനെ അഡ്രസ്സ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അഡ്വൈസ്, സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ്, ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഇവർ ചെയ്യും. അപ്പോൾ അതിൽ പ്രൊവൈഡ് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ് ആണ് ഏറ്റവും പ്രധാനം. പിന്നെ വരുന്നത് establish a system of network organization with the aim to facilitate a scientific cooperation framework by the coordination of activities. To aim to facilitate a scientific cooperation frame. നേരത്തെ സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ് ആണ്. പിന്നെ ടു ഫെസിലിറ്റേറ്റ് സയൻറ്റിഫിക് എന്താണ് ശാസ്ത്രീയപരമായിട്ട് സംയോജിതമായ ഒരു കോർഡിനേഷൻ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യണം. നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻ, ഇപ്പോൾ NGO ആവാം, ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ആവാം. അപ്പോൾ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും ഈ പറയുന്ന നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻ സംബന്ധിച്ച് അവർ ഒരുമിച്ച് പ്രവർത്തിച്ച് ശാസ്ത്രീയമാകുന്ന രീതിയിൽ വിവരശേഖരണം, വിവരങ്ങൾ കൈമാറുകയും പ്രോജക്ട്സ് ഡെവലപ്പ് ചെയ്യുകയും ഇതനുസരിച്ച് ബെസ്റ്റ് പ്രാക്ടീസസ് കൊണ്ടുവരികയും ഫുഡ് അതോറിറ്റീസ് റെസ്പോൺസിബിൾ അല്ലേ. ഫുഡ് അതോറിറ്റിക്ക് ഈ പറയുന്ന എല്ലായിടത്തും എത്തപ്പെടാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള സന്നദ്ധ സംഘടനകളോടൊക്കെ ബന്ധപ്പെട്ട് നിന്ന് അവരിൽ നിന്ന് അവർക്ക് ഈ പറയുന്ന കപ്പാസിറ്റി ബിൽഡിംഗ് ഒക്കെ കൊടുത്ത് അവരെയും കൂടി ട്രെയിൻ ചെയ്ത് എക്വിപ്പ് ചെയ്ത് ആ സൊസൈറ്റിയിലേക്ക് ഇറക്കുകയും അതുവഴി എന്താണ് ഈ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫുഡ് എന്താണ് ഇൻ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഇതിനെ പറ്റിയൊക്കെ ഒരു അവയർനെസ് എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമം നടത്തുക. അപ്പോൾ എസ്റ്റാബ്ലിഷ് എ സിസ്റ്റം ഓഫ് നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻ, ഇതും പ്രധാനമാണ്. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇത് ആക്ടിനകത്ത് പറയുന്ന
ഫങ്ഷൻസ് ആണ്. നിയമത്തിനകത്ത് FSSAI ആക്ടിനകത്ത് പറയുന്ന ഫങ്ഷൻസ് ആണ്. പ്രൊവൈഡ് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ്മെൻറ്റ് എന്താണ് അസിസ്റ്റൻസ് പറഞ്ഞു. സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ് നേരത്തെ പറഞ്ഞു. ഇത് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഫോർ ഇംപ്രൂവിങ് കോപ്പറേഷൻ വിത്ത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇപ്പോൾ കോഡക്സിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കോഡക്സിലെ ഫുഡ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിന് ടെക്നിക്കൽ ആൻഡ് സയൻറ്റിഫിക് അസിസ്റ്റൻസ് കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ. പ്രൊവൈഡ് ഡയറക്ഷൻസ് ഫ്രം ടൈം ടു ടൈം ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് to the Commissioner of Food Safety, who shall be bound by such direction while exercising his powers under Section 16 Clause 5. Section 16 Clause 5 പ്രകാരം FSSAI പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഫുഡ് സേഫ്റ്റി കമ്മീഷണേഴ്സ് നിർബന്ധമായിട്ട് അനുസരിക്കേണ്ടതാണ്. അതനുസരിച്ച് ഡയറക്ഷൻസ് കാലാനുസൃതമായിട്ട് ഫുഡ് സേഫ്റ്റി കമ്മീഷണേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുക എന്നതും പ്രധാനപ്പെട്ട ഫംഗ്ഷനായിട്ട് പറയുന്നു. ഡീസെൻട്രലൈസ്ഡ് റെഗുലേറ്ററി ഡെലിവറി എന്ന് പറയുമ്പോൾ ഇതാണ്. FSSAI ഒരു സെൻട്രൽ അതോറിറ്റി എന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ സെൻട്രൽ അതോറിറ്റിയിൽ അവിടെ മാത്രം നിന്ന് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഗവർണൻസ് പല തലത്തിലായിട്ട് തിരിയുകയാണ്. സംസ്ഥാനം, കേന്ദ്രം, പഞ്ചായത്ത് തലങ്ങൾ എന്ന രീതി. ആ രീതിയിൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എന്ന രീതിയിൽ അവർക്കും ഈ റെഗുലേറ്ററി ഡെലിവറി അല്ലെങ്കിൽ ഈ പറയുന്ന ഫങ്ഷണൽ ഡെലിവറി ചെയ്യാൻ കഴിയും. എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാം അറിയാം അല്ലേ, 1.3 ബില്യൺ പോപ്പുലേഷനൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഫുഡ് അതോറിറ്റി ആൻഡ് സ്റ്റേറ്റ് ഫുഡ് അതോറിറ്റീസ് jointly share the responsibility to ensure the food safety standards. അല്ലേ? And the food authority provides policy interventions through notification of various food safety regulations, provides directions and coordinations at national level, state, unitary level and enforcement at the field level to verify compliance by food business operators to food standards. Food standards എല്ലാം ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് പരിപാലിക്കുന്നുണ്ടോ, അത് കറക്റ്റായിട്ട് അനുസരിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ഈ പറഞ്ഞ അതോറിറ്റീസ്, ഫുഡ് സേഫ്റ്റി സ്റ്റേറ്റ് അതോറിറ്റീസൊക്കെ ഉണ്ട്, ഫുഡ് സേഫ്റ്റി അതോറിറ്റി സെൻട്രൽ ലെവലിലുണ്ട്. ഇവരെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് നാഷണൽ ലെവലിൽ കോർഡിനേറ്റ് ചെയ്ത്, സ്റ്റേറ്റ് ലെവലിൽ, യൂണിറ്ററി ലെവലിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന കംപ്ലൈൻസ്, ഫുഡ് സേഫ്റ്റി ഗൈഡ് ലൈൻസ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുകയും ഈ പറയുന്ന ഫംഗ്ഷനായിട്ട് തോന്നുന്നു. അപ്പോൾ ഇത് എന്താണ്? FSSAI സെൻട്രൽ അതോറിറ്റി മാത്രമായിട്ടും ഈ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. ഈ ഫംഗ്ഷൻ അതുമാത്രം അല്ല, എന്താണ്, സ്റ്റേറ്റ് ലെവലിലും യൂണിയൻ ടെറിട്ടറി ലെവലിലും സ്റ്റേറ്റ് ഫുഡ് അതോറിറ്റീസ് ഉണ്ട്. ആ അതോറിറ്റിയായിട്ടൊക്കെ അവർ കൂടിയാലോചിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ഫുഡ് സേഫ്റ്റി കംപ്ലൈൻസസ് എത്തുന്നു. അപ്പം കേന്ദ്രീകൃതമായ ഒരു അധികാരമല്ല ഈ ഫുഡ് സേഫ്റ്റിയെ സംബന്ധിച്ച്. എന്നാൽ എന്താണ്, സ്റ്റേറ്റ് ലെവലിലും യൂണിയൻ ടെറിട്ടറി ലെവലിലൊക്കെ ഈ പറയുന്ന ഫുഡ് സേഫ്റ്റി അതോറിറ്റീസ് ഈ പറയുന്ന FSSAI നിയമപ്രകാരമുള്ള സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാനായിട്ടുള്ള കോർഡിനേഷൻ ചെയ്ത് വരുന്നു എന്നാണ് പറയുന്നത്. അതായത് FSSAI import support in the form of imparting training and capacity building to enforcement of staff of states and unitary. അപ്പോൾ അതിന് വേണ്ടിയിട്ട് FSSAI എങ്ങനെ സഹായിക്കുന്നു? ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽസിനും യൂണിറ്ററിലുള്ള ഒഫീഷ്യൽസിനും വേണ്ടി ട്രെയിനിങ്ങും കപ്പാസിറ്റി ബിൽഡിംഗ് ഒക്കെ ഇവർ നടത്തി കൊടുക്കുന്നു. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇൻ അതോറിറ്റി ഇൻ സ്റ്റേറ്റ് യൂണിറ്ററി ഹെഡഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. സംസ്ഥാന തലത്തിലും യൂണിറ്ററി തലത്തിലൊക്കെ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരി എന്ന് പറയുന്നത് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയാണ്. ഫോർ എഫിഷ്യൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് FSSAI ആക്ട്. അതെന്തിനാണ് അവരെ ചുമതലപ്പെടുത്തുന്നത്? ഫോർ എഫിഷ്യൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആക്ട് റൂൾസ് റെഗുലേഷൻസ് മെയ്ഡ് ദെയർ അണ്ടർ. അപ്പം ഈ പറഞ്ഞ FSSAI ആക്ടിനകത്ത് പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ റൂൾസ്, ഈ പറഞ്ഞ റെഗുലേഷൻസൊക്കെ പ്രോപ്പറായി സംസ്ഥാന തലത്തിലും യൂണിയൻ ടെറിട്ടറി തലത്തിലും നടപ്പിലാക്കി എടുക്കാനായിട്ട് അതാത് സംസ്ഥാനങ്ങളിൽ അതാത് യൂണിയൻ ടെറിട്ടറികളിലൊക്കെ ആരെ നിയമിക്കുന്നു? കമ്മീഷണേഴ്സ് ഓഫ് ഫുഡ് സേഫ്റ്റിക്ക് അവരെ നിയമിക്കുന്നു. അവരാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ സെക്ഷൻ 16 Clause 5 പ്രകാരം FSSAIയുടെ ഗൈഡ് ലൈൻസ്, ഡയറക്ഷൻസ് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് കൂടി ഓർക്കുക. ഓൾ മെമ്പേഴ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി കമ്മീഷൻ ആർ മെമ്പേഴ്സ് ഓഫ് CAC അല്ലേ, സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി. നമ്മൾ നേരത്തെ പഠിച്ചു. CAC ensures close cooperation between food authority and state enforcement agencies. CAC advises the food authority on its work program, prioritization of work, ഐഡൻറ്റിഫൈങ് പൊട്ടൻഷ്യൽ റിസ്ക് ആൻഡ് പൂളിംഗ് ഓഫ് നോളജ്. ഇത് ഏറ്റവും പ്രധാനമാണ്. CACയുടെ ഒരു ഫംഗ്ഷൻ ചോദിച്ചാൽ ഈ ഒരു കാര്യം കൂടി ഉണ്ട്. ഫുഡ് അതോറിറ്റി നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം അത് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വർക്കിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് സംബന്ധിച്ചിട്ട് പൊട്ടൻഷ്യൽ റിസ്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം, എങ്ങനെയാണ് അതിനായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എങ്ങനെ പൂൾ ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങൾ CAC അഡ്വൈസ് ചെയ്യും. CACനകത്ത് ഈ ഫുഡ് സേഫ്റ്റി കമ്മീഷണേഴ്സും അതിലെ അംഗങ്ങളാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് ആരുടെ FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയുടെ
പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും അധികാരങ്ങളും എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. എങ്ങനെയാണ് സ്റ്റേറ്റ് ലെവലിൽ സെൻട്രൽ ലെവലിൽ 2 ലെവലായിട്ട് നിൽക്കുന്നതെന്നും എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഇത് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതെന്നും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കാണുകയുണ്ടായി. നമുക്ക് ഇത്രയും പഠിച്ചതിന് സ്ഥിതിക്ക് നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൈമറി റോൾ ഓഫ് FSSAI കറക്റ്റായിട്ട് നോക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ഫങ്ഷൻസ് നമുക്ക് പഠിക്കുമ്പോൾ തന്നെ മെയിൻ കീ ആയിട്ടുള്ള ഫങ്ഷൻ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് കറക്റ്റായിട്ട് പറയാം ഏതാണെന്ന്. നമ്മുടെ ആ ടെക്സ്റ്റിൽ തന്നെ നമ്മൾ പഠിച്ചതിൽ തന്നെ ഈ സെൻറ്റൻസ് ഉണ്ടായിരുന്നു. നോക്കുക. വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് FSSAI? ടു റെഗുലേറ്റ് ആൻഡ് മോണിറ്റർ ഫുഡ് മാനുഫാക്ചർ, പ്രോസസ്സിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ, ഇമ്പോർട്ട്. അല്ലേ? അപ്പോൾ ഇറക്കുമതി ചെയ്യുക. അപ്പോൾ ആദ്യം ഫുഡ് മാനുഫാക്ചർ ചെയ്യും, പ്രോസസ്സ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പിന്നെ സെയിലിലേക്ക് കിടക്കും, ഇമ്പോർട്ട് ചെയ്യും. ടു എൻഷ്യൂർ സബ്സിഡീസ് ഒന്നുമല്ല. അപ്പോൾ ആൻസർ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് വൺ ഓഫ് ദ കീ പ്രോസസ് ഓഫ് FSSAI? സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്, എൻഷ്യൂർ കംപ്ലൈൻസ് ത്രൂ ഇൻസ്പെക്ഷൻസ്, ഇഷ്യൂ ലൈസൻസ് ഫോർ നോൺ ഫുഡ് ബിസിനസ്, ട്രെയിൻ ആൻഡ് ബിൽഡ് കപ്പാസിറ്റി. നോൺ ഫുഡിൻ്റെ കാര്യത്തിൽ അവർക്ക് യാതൊരു ബന്ധവുമില്ല. അല്ലേ? ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. FSSAI ആക്ട് പ്രകാരം വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട് ആർ റെഗുലേറ്റഡ്? ഫുഡ് ലേബലിംഗ്, ഹെൽത്ത് ക്ലെയിംസ്, സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി, സാമ്പിളിംഗ്സ് ആൻഡ് അനാലിസിസ് മെത്തേഡ്. ഓൾ ഓഫ് ദി അബോവ്. അല്ലേ? ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ് ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കീ ഫംഗ്ഷൻ ഓഫ് FSSAI? മോണിറ്ററിംഗ് സോഷ്യൽ മീഡിയ കണ്ടന്റ്, regulating food standards and complaints, setting minimum wages for food workers, providing insurance for farmers. ഏതാണ് കീ ഫംഗ്ഷൻ? ഇതിൽ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് കീ ഫംഗ്ഷൻ ആയിട്ട് വരിക. FSSAI is responsible for setting limits on which of the following? Pesticide and veterinary drug residues, food advertisement cost, import duties on food products, food packaging prices. പെസ്റ്റിസൈഡ് ആൻഡ് വെറ്റിനറി ഡ്രഗ് റെസിഡ്യൂസ്. സെറ്റിംഗ് ലിമിറ്റ്സ്, ഒരു മര്യാദയൊക്കെ വേണ്ട എന്നൊരു കോഡ് ഞാൻ അതിൽ പറഞ്ഞു. ആ ഒരു ഓർമ്മയിൽ എന്തൊക്കെയാണ് ലിമിറ്റ് എന്ന് ഓർത്ത് വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് FSSAI enforce in relation to food labeling, expiry date, health claims, discount on food products, branding requirements for food companies, free sample and distribution policy? Enforce in relation to food labeling എന്താണ്? എൻഫോഴ്സ് ചെയ്യുന്ന എന്താണ്? എക്സ്പയറി ഡേറ്റ്സ് ആൻഡ് ഹെൽത്ത് ക്ലെയിം. അല്ലേ? കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ബ്രെഡ് മേടിക്കുമ്പോൾ എന്താണത്? എക്സ്പയറി ഡേറ്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മൂലയിൽ എങ്ങനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലേ? കോൺസ്പീക്വസ് ആയിട്ട് ആ ബ്രാൻഡ് ഇങ്ങനെ ഫ്രണ്ടിൽ കാണണമെന്നാണ് നിയമം. എക്സ്പയറി ഡേറ്റ്സ് ആൻഡ് ഹെൽത്ത് ക്ലെയിം അതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കണം. അത് പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം. FSSAI plays a key role in ensuring compliance through which method? കംപ്ലൈൻസ് ചെയ്ത മെത്തേഡിലൂടെ വരിക. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് ആൻഡ് ടെസ്റ്റിംഗ് ഫുഡ് സാമ്പിൾസ്. ഫുഡ് സേഫ്റ്റി പരസ്യങ്ങൾ TV-യിൽ കാണിച്ചതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടാകും. പക്ഷേ ഇത് കറക്റ്റായിട്ട് കംപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് ഏറ്റവും കറക്റ്റായിട്ട് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫുഡ് സാമ്പിൾസ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് FSSAI ഇൻ ഫുഡ് ഇമ്പോർട്ട്സ്? ഫുഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് FSSAI നോക്കേണ്ടത്? ടാക്സ് കളക്ട് ചെയ്യണോ? ഫോറിൻ ഫുഡ് പ്രോഡക്ട്സ് ബാൻ ചെയ്യണമെന്നാണോ? ഇൻ്റർനാഷണൽ ട്രേഡ് അഗ്രിമെൻറ്റ്സിൽ ഡിസിഷൻ എടുക്കുന്നതാണോ? ഒന്നുമല്ല. എൻഫോഴ്സിങ് ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സ് ഫോർ ഇമ്പോർട്ടഡ് ഫുഡ് അതാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് FSSAI കോൺട്രിബ്യൂട്ട് ടു ഫുഡ് സേഫ്റ്റി അവയർനെസ്സിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക? പ്രൊമോട്ട് അവയർനെസ് ത്രൂ ട്രെയിനിങ് പ്രോഗ്രാംസ്, കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റോൾ ഓഫ് FSSAI? FSSAIയുടെ റോളേ അല്ല എന്ന് പറയുന്നത് ഏതാ? ഇതിൽ FSSAIയുടെ റോൾ അല്ല എന്ന് പറയുന്നത് സെറ്റിംഗ് അപ്പ് ഫുഡ് ടെസ്റ്റിംഗ് ലാബറട്ടറീസ്, മോണിറ്ററിംഗ് ദ യൂസ് ഓഫ് ഫുഡ് അഡിറ്റീവ്സ്, റെഗുലേറ്റിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ സേഫ്റ്റി, എൻഫോഴ്സിംഗ് ഫുഡ് ലേബലിംഗ് ഗൈഡ് ലൈൻസ്. ഏതാ വരിക? ഓപ്ഷൻ സി തന്നെയാണ്. അല്ലേ? റെഗുലേറ്റിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ സേഫ്റ്റി ഒന്നും FSSAIക്ക് റോളില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് സബ്സ്റ്റൻസസ് ഡസ് FSSAI റെഗുലേറ്റ് ഇൻ ഫുഡ്? ഏതാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ടെക്സ്റ്റൈൽ ഡൈ, പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ്, ഇൻ്റർനെറ്റ് ബാൻഡ്വിഡ്ത്ത്, ഹെവി മെറ്റൽസ് ആൻഡ് മൈക്രോടോക്സിൻസ്. അപ്പോൾ ഈ വേർഡിങ്സ് ഫെമിലിയർ ആണെങ്കിൽ കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ടെക്സ്റ്റൈൽ ഡൈ കോമ്പോസിഷൻ ചിലപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ആൾക്കാർക്ക് സംശയം തോന്നും. ഫുഡ് അഡിറ്റീവ്സിന് ഇപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചേർക്കുക അല്ലേ? ഹെവി മെറ്റൽസിന് സംശയം തോന്നും. അപ്പോൾ അത് നോക്കാതെ പോകുന്ന ഒരാളാണെങ്കിൽ ഇത് വെക്കും. അതിൽ ഏറ്റവും FSSAI റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ അംശം ഇപ്പോൾ ആഹാരത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് പ്ലാസ്റ്റിക് ആയിരിക്കും ഉത്തരം എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യും. ഉള്ള മാർക്ക് കൂടെ പോകും. അപ്പോൾ ഹെവി മെറ്റൽസ് ആൻഡ് മൈക്രോടോക്സിൻസ് അതിനകത്ത്
സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് റെഗുലേഷൻ ഫുഡിൽ നോക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അത് വായിച്ചവർക്ക് ഇത് കറക്റ്റായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ. 2 ഓപ്ഷൻ നമുക്ക് തള്ളിക്കളയാം അല്ലേ. ടെക്സ്റ്റൈലിൻ്റെ ചിലപ്പം ബുദ്ധിമാന്മാർ വീണ്ടും അത് മാർക്ക് ചെയ്ത് വെക്കുമായിരിക്കും. ഇൻ്റർനെറ്റ് ബാൻഡ് വിഡ്ത്ത് യൂസേജും BMCയും തള്ളിക്കളഞ്ഞാൽ പക്ഷേ Aയും Dയും ആയിരിക്കും പിന്നെ കോമ്പറ്റീഷൻ. അപ്പോൾ ഇത് അറിയുന്നവർക്ക് മാത്രമേ ഇത് കറക്റ്റായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് FSSAI ഹെൽപ്പ് ഫുഡ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി എങ്ങനെ ഹെൽപ്പ് ചെയ്യുക? ബൈ പ്രൊവൈഡിങ് ദം വിത്ത് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഡേറ്റ. ഓക്കെ, കൺട്രോളിങ് ഫുഡ് എക്സ്പോർട്ട് റെഗുലേഷനിൽ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോയിൻറ്റിങ് ഫുഡ് ഇൻസ്പെക്ടേഴ്സ് ഫോർ പ്രൈവറ്റ് കമ്പനീസ് ഒന്നുമല്ല. അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഈസ് ബൈ പ്രൊവൈഡിങ് ദം വിത്ത് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഡേറ്റ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് സിസ്റ്റം ഡസ് FSSAI യൂസ് ടു എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഫുഡ് സേഫ്റ്റി കൺസേൺ? എന്താണ് FSSAI എന്താണ് ഫുഡ് സേഫ്റ്റി കൺസേണുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് എന്ത് ഇൻഫർമേഷനാണ് കൈമാറ്റം ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഡിജിറ്റൽ കറൻസി ട്രാൻസാക്ഷൻ ഒന്നുമല്ല, ഓൺലൈൻ ഗെയിമിംഗ് നെറ്റ്വർക്ക് ഒന്നുമല്ല, സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ഒന്നുമല്ല. എന്താണ്? റാപ്പിഡ് അലേർട്ട് സിസ്റ്റം നമ്മൾ കണ്ടതാണ് അല്ലേ. റാപ്പിഡ് അലേർട്ട് സിസ്റ്റമാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റോൾ ഓഫ് FSSAI ഇൻ ഫുഡ് ടെസ്റ്റിങ്ങിൻ്റെ അവരുടെ റോൾ എന്താ? മാനേജിങ് ഫുഡ് ബിസിനസ് ടാക്സ് സ്ട്രക്ചർ ആണോ? രജിസ്റ്ററിങ് പാക്കേജ് ഫുഡ് ബ്രാൻഡ്സ് ആണോ? അപ്രൂവിങ് ന്യൂ റെസ്റ്റോറൻറ്റ് ലൈസൻസ് ആണോ? കണ്ടക്ടിങ് ഫുഡ് സേഫ്റ്റി റിസർച്ച് ആണോ? ഏതാണ്? കണ്ടക്ടിങ് ഫുഡ് സേഫ്റ്റി റിസർച്ച് അല്ലെ, ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത്. ഫുഡ് ബ്രാൻഡ് ഒരു കാര്യം നിങ്ങളുടെ ആഡഡ് ഇൻഫർമേഷൻ കൂടി ഒരു ബോണസ് ഇരിക്കട്ടെ. രജിസ്റ്ററിങ് പാക്കേജ് ഓഫ് ഫുഡ് ബ്രാൻഡ്. ഫുഡ് ബ്രാൻഡുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? ബ്രാൻഡ് എന്നൊക്കെ പറയുന്നത് ഒരു ട്രേഡ് മാർക്കാണ്. ട്രേഡ് മാർക്ക് രജിസ്ട്രാർ ഓഫ് ട്രേഡ് മാർക്ക് ആൻഡ് പേറ്റൻസ് എന്ന് പറഞ്ഞൊരു ഓഫീസ് അല്ലാതുണ്ട്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ അകത്ത് വരുന്നൊരു കാര്യമാണ്. അഡീഷണൽ ഇൻഫർമേഷൻ ബോണസ്. അടുത്ത് നോക്കാം. വൈ ഡസ് FSSAI കണ്ടക്ട് ട്രെയിനിങ് പ്രോഗ്രാം? എന്തിനാണ് ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നത്? എഡ്യൂക്കേറ്റ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റ് ഓൺ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. അതല്ലേ കറക്റ്റായിട്ട് വരിക? അതെ, ടു എഡ്യൂക്കേറ്റ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റ് ഓൺ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ടു ടീച്ച് ന്യൂ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേണ്ട, എങ്ങനെ ലാഭം കൊയ്യാന്നല്ല, കരിയർ ഗൈഡൻസ് ഒന്നും ഇവരുടെ മേഖലയല്ല. എഡ്യൂക്കേറ്റ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് ഓൺ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ സേഫ്റ്റി എന്ന കാര്യം എപ്പോഴും ഓർത്തിരിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is one of the key responsibilities of Food Authority? Approving new food businesses, providing scientific advice and technical support to government, offering financial loans to food business, managing restaurants അല്ലേ, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ കീ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫുഡ് അതോറിറ്റി എന്ന് പറയുന്നത് പ്രൊവൈഡിങ് സയൻറ്റിഫിക് അഡ്വൈസ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു ദി ഗവൺമെൻറ്. കീ റെസ്പോൺസിബിലിറ്റി. അപ്രൂവിങ് ന്യൂ ഫുഡ് ബിസിനസ് ലൈസൻസ് കൊടുക്കാം അല്ലേ. പക്ഷേ ഏറ്റവും പ്രധാനം പ്രൊവൈഡിങ് സയൻറ്റിഫിക് അഡ്വൈസ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു ഗവൺമെൻറ്. അടുത്തത്, വാട്ട് ഡസ് FSSAI കോർഡിനേറ്റ് ടു അസസ് ഫുഡ് റിസ്ക്? എന്താണ്? പബ്ലിക് സർവേ, റിസ്ക് അസസ്മെൻറ്റ് മെത്തഡോളജി, പൊളിറ്റിക്കൽ പോളിസീസ്, അഡ്വർടൈസിങ് ക്യാമ്പയിൻസ്. ഇത് റിസ്ക് അസസ്മെൻറ്റ് മെത്തഡോളജീസ് ആണ് ഉപയോഗിക്കുന്നത്. കോർഡിനേറ്റ് റിസ്ക് അസസ്മെൻറ്റ് മെത്തഡോളജീസ് ടു അസസ് ഫുഡ് റിസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് റോൾ ഡസ് ദ ഫുഡ് അതോറിറ്റി പ്ലേ ഇൻ ക്രൈസിസ് മാനേജ്മെൻറ്റ്? എന്താ റോളാണുള്ളത്? ടു കൺട്രോൾ ഫിനാൻഷ്യൽ എയ്ഡ് ഫോർ അഫക്റ്റഡ് ബിസിനസ്, അസിസ്റ്റ് in the development and implementation of crisis management plan, ban the sale of processed food, to impose restrictions on food exports. എന്താണ്? To assist in the development and implementation of crisis management plan. ഇതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. ഈ PSC എക്സാംസിനൊക്കെ ഇപ്പോഴൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഈ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ LSGയുടെ ഒരു മെയിൻസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഒക്കെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിലും മിക്ക ഓപ്ഷൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ എല്ലാം എക്സാമിൻ്റെ ട്രെൻഡിൽ കാണുന്നത്. അപ്പം അത്രയും ശ്രദ്ധിച്ചേ നമ്മൾ ആൻസർ ചൂസ് ചെയ്യാവുള്ളൂ, അത്രയും ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാവുള്ളൂ. ഏറ്റവും പ്രധാനമാണെന്ന് വെച്ചാൽ ആ 2 മാർക്കൊക്കെ നമുക്ക് വലിയൊരു ഡിസിസീവ് ഫാക്ടറാണ് നമ്മുടെ ജീവിതത്തിൽ, പരീക്ഷ സംബന്ധമായിട്ട് പറയുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തെറ്റിക്കരുത്. നല്ല രീതിയിൽ വായിച്ച് ഗ്രഹിച്ച് ഓവർ തിങ്ക് ചെയ്യരുത്. ഗ്രഹിച്ച് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് ഓവർ തിങ്ക് ചെയ്യുമ്പം കുട്ടിയെ കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കരുത്. അത് തന്നെ അങ്ങനെ ചെയ്യരുത് എന്ന് വളരെ ശ്രദ്ധാപൂർവം തന്നെ കാര്യങ്ങൾ ചെയ്യുകയും വേണം. വാട്ട് ഈസ് ദ കീ പർപ്പസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻ അണ്ടർ FSSAI? Promoting food business expansion, enhancing scientific cooperation and sharing best practices, controlling food prices, encouraging food businesses to reduce competition. Establishing a new network of organization. എന്താണ് അതിൻ്റെ പേർപ്പസ്? ആണ് എന്താണ്? എൻഹാൻസിങ് സയൻറ്റിഫിക് കോപ്പറേഷൻ ആൻഡ് ഷെയറിങ് ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്.
ഹൂ ഡസ് ദി ഫുഡ് അതോറിറ്റി പ്രൊവൈഡ് ഡയറക്ഷൻസ് ടു ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ഫുഡ് സേഫ്റ്റി? ആർക്കാണ് ഉപദേശം കൊടുക്കുക? ദ കമ്മീഷണേഴ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി. അടുത്തത്, വൈ ഈസ് ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് ഈസ് എ ചാലഞ്ചിങ് ടാസ്ക് ഇൻ ഇന്ത്യ? അല്ലേ? ഡ്യൂ ടു ഫ്രീക്വന്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണോ, വാസ്റ്റ് പോപ്പുലേഷൻ, ലാർജ് സ്കെയിൽ ഫുഡ് പ്രൊഡക്ഷൻ, ഡ്യൂ ടു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം ഫുഡ് ബിസിനസ്, ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ലോസ് റെഗുലേറ്റിംഗ് ഫുഡ് സേഫ്റ്റി? നിയമത്തിൻ്റെ ഒരു കുറവും കൊണ്ടല്ല, ഡ്യൂ ടു വാസ്റ്റ് പോപ്പുലേഷൻ, ലാർജ് സ്കെയിൽ ഫുഡ് പ്രൊഡക്ഷൻ. അല്ലേ? പാനിപൂരി, ഭേൽപൂരി നമുക്ക് ഇവിടെ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ? അപ്പോൾ എല്ലാവർക്കും പോയി എല്ലാ കടയിലും ചോദിക്കാം, നിങ്ങൾക്ക് FSSAI ലൈസൻസ് ഉണ്ടോ, FSSAI ലൈസൻസ് ഉണ്ടോ? അങ്ങനെ കോർപ്പറേഷനൊക്കെ അനുമതി കൊടുക്കുള്ളൂ കടയൊക്കെ നടത്താനായിട്ട്. എന്നാൽ ചില സ്ഥലങ്ങളിലും നമുക്കതൊന്നും കാണാൻ സാധിക്കുകയില്ല. നമ്മളിങ്ങനെ സ്ട്രീറ്റ് വെൻഡേഴ്സ് കാണുമ്പം അവർക്ക് ആ ലൈസൻസ് ഉണ്ടോ, ലൈസൻസൊക്കെ ഇറ്റ്സ് സബ്ജക്റ്റ് ടു മാൻഡേറ്റ്. അല്ലേ? കറപ്ഷനും ഇതിൽ വലിയൊരു കാര്യം നടക്കുന്നത്. ഒരു ചാലഞ്ച് പറയുമ്പോൾ കറപ്ഷനും കൂടി വലിയ കാര്യത്തിൽ പറയാൻ സാധിക്കും. പലർക്കും ലൈസൻസൊക്കെ അലോ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ പോയി എന്ത് വിശ്വസിച്ചാണ് നമ്മൾ അവർ മിക്ക ഈ തട്ടുകടകളും നിങ്ങൾ നോക്കുകയാണെങ്കിൽ കിട്ടില്ല, തട്ട് ദോശ, പൊറോട്ട ഇതൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ മിക്കവാറും ഒരു ഓടയുടെ സൈഡിലായിരിക്കും ഈ കടകൾ പ്രവർത്തിക്കുക. നിങ്ങളൊരു വണ്ടി കൊണ്ടിടും, ഇപ്പോൾ വെള്ളം അവിടെ കൈ കഴുകാനുള്ള സേഫ്റ്റിക്കൊക്കെ ആയിരിക്കും അത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇതിപ്പോൾ വെള്ളം എവിടെ നിന്നാണ് എടുക്കുന്നത് നമുക്കറിയില്ല, വെള്ളം വേറെ കൊണ്ടുവരുന്നുണ്ടോ, അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ എന്നൊരു കാര്യം പറയാനാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. കാരണം എല്ലാത്തിലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പോൾ വേറെ നിയമങ്ങളും പോളിസിയൊക്കെ കൊണ്ടുവരാൻ നിൽക്കും, വലിയ ഉച്ചപ്പാടും ബഹളം 2 ആഴ്ച നിൽക്കും, പിന്നെ കാണൂല. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക ആഹാരത്തെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ചാലഞ്ചായിട്ടാണ് പറയുന്നത്. വാട്ട് റോൾ ഡസ് ദ ഫുഡ് അതോറിറ്റി പ്ലേ അറ്റ് ദ നാഷണൽ ലെവൽ? നാഷണൽ ലെവലിൽ എന്താണ്? കണ്ടക്ട്സ് ഫീൽഡ് ഇൻസ്പെക്ഷൻ ആൻഡ് ഫൈൻഡ് ബിസിനസ്, പ്രൊവൈഡ് പോളിസി ഇൻ്റർവെൻഷൻ ആൻഡ് കോർഡിനേറ്റ് ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസ്. അല്ലേ? ഇതാണ് കറക്റ്റായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ഉള്ള ഓപ്ഷൻ. അടുത്തത്, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഫോഴ്സിങ് ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസ് അറ്റ് ദ ഫീൽഡ് ലെവൽ? ആരാണ്? സ്റ്റേറ്റ്, UT, ഫുഡ് സേഫ്റ്റി അതോറിറ്റീസ്, സെൻട്രൽ ഗവൺമെൻറ്, പ്രൈവറ്റ് ലാബറട്ടറി, ഇന്ത്യൻ ഫുഡ് പ്രോസസ്സിംഗ് മിനിസ്ട്രി. ഇതാണ് സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി ഫുഡ് സേഫ്റ്റി അതോറിറ്റി. ഫീൽഡ് ലെവലിൽ നടത്തിപ്പാൻ അല്ലെ അത് ഫുഡ് സേഫ്റ്റി കംപ്ലയൻസ് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് ഫുഡ് സേഫ്റ്റി അതോറിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ അടങ്ങുന്ന ഫുഡ് സേഫ്റ്റി അതോറിറ്റി വിഭാഗമാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് FSSAI സപ്പോർട്ട് സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി ഫുഡ് അതോറിറ്റി? എങ്ങനെയാണ് അതോറിറ്റി സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി ഫുഡ് അതോറിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ബൈ പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ എൻഫോഴ്സ്മെൻറ്റ് ടു സ്റ്റാഫ്സ്, അല്ലേ, ഒഫീഷ്യൽസ്, FBOs, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് എക്സെട്ര. അടുത്ത നോക്കാം. ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ സംസ്ഥാന തലത്തിലുള്ള അധികാരമാർക്കാണ് കൂടുതലുള്ളത്? ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റോൾ ഓഫ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. CACയിലെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് എന്താണ് കാര്യം? പോലീസിന് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുന്ന പോലെ CAC സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷണറിന് അധികാരം എന്താണ് അവർക്കുള്ളത്? എന്താണ് അവരുടെ റോള്? ടു എൻഷുർ കോർപ്പറേഷൻ ബിറ്റ്വീൻ ഫുഡ് അതോറിറ്റി ആൻഡ് സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് ഏജൻസീസ്, ബിക്കോസ് ദേ ആർ ആക്ച്വലി മെമ്പേഴ്സ് ഓഫ് ദി CAC. ഫുഡ് സേഫ്റ്റി കമ്മീഷണേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആസ് വെൽ ആസ് ദ യൂണിയൻ ടെറിട്ടറി ആർ മെമ്പേഴ്സ് ഓഫ് ദി സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി chaired by the ex officio chairperson who is the central chief executive officer. Okay. അടുത്തത്, what does CAC advise to food authority on? CAC എന്താ അഡ്വൈസ് കൊടുക്കുന്നത്? വർക്ക് പ്രയോറിറ്റൈസേഷൻ ആൻഡ് പൊട്ടൻഷ്യൽ റിസ്ക് റിഗാർഡിംഗ് ഫുഡ് സേഫ്റ്റി. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ്. ഓക്കെ. വർക്ക് പ്രയോറിറ്റൈസേഷൻ, പൊട്ടൻഷ്യൽ റിസ്ക് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് FSSAI ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് കോർപ്പറേഷൻ വിത്ത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്? എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? ബൈ പ്രൊവൈഡിങ് ടെക്നിക്കൽ ആൻഡ് സയൻറ്റിഫിക് അസിസ്റ്റൻസ് ടു ദി ഗവൺമെൻറ്. നമ്മൾ പ്രത്യേകം കണ്ടതാണ് ക്ലാസ്സിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റോൾ ഓഫ് FSSAI ഇൻ ഡീസെൻട്രലൈസ്ഡ് റെഗുലേറ്ററി ഡെലിവറി? ഡീസെൻട്രലൈസേഷൻ എങ്ങനെയാണ്? അതിൽ FSSAI റോൾ ഈ പറയുന്നതിൽ ഏതല്ല എന്നാണ് ചോദ്യം. പ്രൊവൈഡിങ് നാഷണൽ ലെവൽ ഡയറക്ഷൻ കോർഡിനേഷൻ, അതാണ്. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് അറ്റ് ദ ഫീൽഡ് ലെവൽ, ട്രെയിനിങ് എൻഫോഴ്സ്മെൻറ്റ് സ്റ്റാഫ്, സപ്പോർട്ടിങ് സ്റ്റേറ്റ് ലെവൽ ഫുഡ് സേഫ്റ്റി ഇംപ്ലിമെൻറ്റേഷൻസിൽ എന്തല്ല എന്ന് നോക്കുമ്പോൾ എന്താണ്?
കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് അറ്റ് ദ ഫീൽഡ് ലെവൽ. അത് FSSAI എന്താണ്? FSSAI റോളല്ല, അത് സ്റ്റേറ്റ് ലെവലിൽ യൂണിയൻ ടെറിട്ടറി അവരാണ് ആ ഫീൽഡ് ലെവലിൽ ഇൻസ്പെക്ഷൻസ് അവരുടെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ബാക്കി 3 ഫംഗ്ഷൻസ് ആണ് മോസ്റ്റ് ഓഫ്. ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ് ലെവൽ ഫുഡ് സേഫ്റ്റി ഇംപ്ലിമെൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡിങ് നാഷണൽ ലെവൽ ഡയറക്ഷൻ കോർഡിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തെല്ലാം ചോദിച്ചാൽ കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് അറ്റ് ദ ഫീൽഡ് ലെവൽ, അത് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ആണ് ചെയ്യേണ്ടത്. വാട്ട് ഡസ് FSSAI എയിം ടു അച്ചീവ് ബൈ കോർഡിനേറ്റിംഗ് സയൻറ്റിഫിക് കോർപ്പറേഷൻ? എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എൻഷുറിംഗ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, ജോയിൻറ്റ് പ്രോജക്ട്സ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് തന്നെ ഇതിൽ തന്നെ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, എന്നാലും ഒന്നും കൂടി ഒന്ന് വായിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസർഷൻ റീസൺ. ഫുഡ് അതോറിറ്റി, സ്റ്റേറ്റ് ഫുഡ് അതോറിറ്റി jointly share responsibility of food safety enforcement in India. The food authority handles policy intervention and national level coordination, while the state level conduct field level enforcement. അപ്പോൾ ഇതിൽ കറക്റ്റായ ഓപ്ഷൻ ഇല്ലേ? A. Both A and R are true. R is the correct explanation of A. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Food Safety Authority in state and union territories headed by the Commissioner of Food Safety. Commissioner of Food Safety are responsible for the efficient implementation of Food FSSAI Act rules and regulation in their respective states and union territory. അല്ലേ? അപ്പോൾ ഇതിലും ഓപ്ഷൻ എ തന്നെയാണ്. രണ്ടും ശരി. R is the correct explanation of A. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. FSSAI conducts inspection at the field level to ensure compliance of food business operators. Enforcement of food safety regulation at the field level is primarily the responsibility of state and union territories. അപ്പോൾ ഇതിൽ എന്താണ്? A is false, R is true. കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അല്ലേ, അത് മനസ്സിലായില്ലേ? ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തുന്നത് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ലെവൽ, ഫീൽഡ് ലെവലിൽ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ആസ് പെർ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി, അവിടുത്തെ ഫുഡ് അതോറിറ്റിയാണ്. അപ്പോൾ അവരാണ് സാധാരണയായിട്ട് അത് ചെയ്യുന്നത്. ബാക്കിയെല്ലാം കോർഡിനേഷൻ, ഡയറക്ഷൻസ്, ഗൈഡ് ലൈൻസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വേണമെങ്കിൽ ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സെൻട്രൽ തലത്തിൽ കേൾക്കേണ്ടി വന്നാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിട്ട് ആക്ട് ചെയ്യും. ഇതാണ് പറഞ്ഞത്. FSSAI അടുത്ത ക്വസ്റ്റ്യൻ. FSSAI plays a key role in training capacity building and enforcement staffs in state and union territories. Training ensures that food safety officers in different states can implement food safety laws effectively and uniformly. ഇതെന്തുകൊണ്ടും A തന്നെയാണ് അല്ലേ? Both A and R is correct. R is the correct explanation of A. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. CAC ensures close cooperation between the food authority and state enforcement agencies. Consists of all commissioners of food safety and provides accommodation and work prioritization, risk identification and knowledge pooling. അപ്പോൾ ഇതിൽ രണ്ടും കറക്റ്റാണ്. A and R is correct. R is the correct explanation of A. CAC alone is responsible for ensuring food safety and enforce food regulations in India. Food safety enforcement is decentralized with both central and state food authorities playing distinct roles in regulation and compliance. അപ്പോൾ ഇതിൽ A is false but R is true അല്ലേ? ഇവർ അലോൺ അല്ല, നോട്ട് അലോൺ, സെൻട്രൽ ഗവൺമെൻറ് മാത്രമല്ല ഇല്ലേ? ശരിക്കും ഇതാണ് കറക്റ്റായിട്ട്. ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റ് ഈസ് ഡീസെൻട്രലൈസ്ഡ് വിത്ത് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഫുഡ് അതോറിറ്റീസ് പ്ലേയിങ് ഡിസ്റ്റിങ് റോൾസ്, റെഗുലേഷൻസ് ആൻഡ് കംപ്ലയൻസസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദ്യം. FSSAI regulates and monitors the manufacture, processing, distribution, sale, import of food. Correct. Does not prescribe standards and guidelines for food safety enforcement. Ensures the availability of safe and wholesome food for consumers. Authority is responsible for setting food labeling standards. ഏതൊക്കെയാണ് ശരിയായിട്ട് വരാം? രണ്ടൊഴിച്ച് ബാക്കിയെല്ലാം ശരിയാണെന്നാണ് എൻ്റെ ഓപ്ഷൻ. അത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ 1, 3 and 4 ഉള്ളി. അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement about food safety regulations under the FSSAI are correct? ഏതൊക്കെയാ? Specify limits for additives, contaminants, pesticides, heavy metals in food. Authority does not regulate the presence of antibiotics, pharmacologically active substances in food. തെറ്റാണ്. Myotoxic and radiate foods are regulated under FSSAI Act. Yes. Authority sets guidelines for processing aids in the food industry. അപ്പോൾ ഇതിൽ നേരത്തെ പോലെ 1, 3, 4 കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. ഇതിൽ അതോറിറ്റി ഡസ് റെഗുലേറ്റ് ആണ്. അവർ ആൻറ്റിബയോട്ടിക്സും ഫാർമക്കോളജിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസിനെ പറ്റിയും പരാമർശമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്?
FSSAI lay down food labeling standards including health and nutrition claims. ശരിയാണല്ലോ. Methods of food sampling analysis are prescribed by FSSAI. Accreditation of certification bodies and laboratories not under the FSSAI, and FSSAI exchanges information among enforcement agencies. ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എ, only 3 എ ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? FSSAI കളക്ട്, സമ്മറൈസസ്, അനലൈസസ് ഡേറ്റ ഓൺ ബയോളജിക്കൽ റിസ്ക് ഇൻ ഫുഡ്. കറക്റ്റ് ആണ്. അതോറിറ്റി ഡെവലപ്സ് ആൻഡ് ഇംപ്ലിമെന്റ് റാപ്പിഡ് സിസ്റ്റംസ് ഫോർ ഫുഡ് കണ്ടാമിനേഷൻ. ഡസ് നോട്ട് എൻഗേജ് ഇൻ ക്രൈസിസ് മാനേജ്മെന്റ് പ്രൊസീജിയർ ഫോർ ഫുഡ് സേഫ്റ്റി. പ്രൊവൈഡ്സ് ടെക്നിക്കൽ സപ്പോർട്ട് ഫോർ റിസ്ക് അസസ്മെന്റ് ആൻഡ് മെത്തഡോളജീസ്. അപ്പോൾ ഇതിൽ കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് 1, 2, 4. അതെ, എ ആണ്. 1, 2, 4 ആണ് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ്. Engage in crisis management, does not അല്ല, it engages in crisis management procedures. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statements about FSSAI role in food imports are false? ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്? FSSAI responsible for enforcing quality control of imported food. കറക്റ്റ് ആണല്ലോ. Authority monitors food products entering in India, ensure they meet safety standards. Does not regulate imported food products. Enforcement of food safety for imports is managed by Ministry of Agriculture alone. തെറ്റായ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണ് ഫുഡ് ഇമ്പോർട്ടിനെ സംബന്ധിച്ച്? അതിൽ 3ഉം 4ഉമാണ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? FSSAI provides scientific advice, technical support to the government for policy making, does not coordinate with international organizations on food safety, promotes and develops risk assessment and methodologies, issues guidelines on food safety risk to the central and state governments. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 1, 3, 4. ഓപ്ഷൻ സി ആണ് വരുന്നത്. അല്ല, ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 3, 4 ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. ഡീസെൻട്രലൈസേഷനെ സംബന്ധിച്ച് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ വികേന്ദ്രീകരണം എങ്ങനെയാണ് അതിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. FSSAI support provides policy intervention coordination at the national level. State food authorities conduct field level enforcement of food safety. Commissioners of food safety are not involved in food safety enforcement. Central Advisory Committee ensures cooperation between the state, center and state. ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. കറക്റ്റ് അല്ല, മാറി മാർക്ക് ചെയ്യരുത്. അപ്പോൾ ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് only 3. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട FSSAIയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസും സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറിയിലെ ഫുഡ് അതോറിറ്റിയെ സംബന്ധിച്ചുള്ള അവരുടെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പ്രകാരമാണ്. തുടർന്നുള്ള ക്ലാസ്സിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്ലാസ് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.